ഗാസയിലെ പ്രതിസന്ധി പരിഹരിക്കാൻ ലക്ഷ്യമിട്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നോട്ട് വെച്ച 21 ഇന സമാധാന പദ്ധതി അന്താരാഷ്ട്ര തലത്തിൽ വലിയ ചർച്ചകൾക്കും സംശയങ്ങൾക്കും വഴി തുറന്നിരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു സമാധാന ശ്രമമാണോ അതോ ഇസ്രായേലിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള തന്ത്രപരമായ കെണിയാണോ എന്ന ചോദ്യം പശ്ചിമേഷ്യൻ നിരീക്ഷകർക്കിടയിൽ ശക്തമായി നിലനിൽക്കുന്നു. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനോടൊപ്പം ചേർന്നുള്ള ട്രംപിന്റെ ഏകപക്ഷീയമായ ഈ പ്രഖ്യാപനം ഈ പദ്ധതി ഇസ്രായേലിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു രാഷ്ട്രീയ നീക്കം മാത്രമാണെന്ന വിമർശനത്തിന് ആക്കം കൂട്ടിയിട്ടുണ്ട്. വർഷങ്ങളായി തുടരുന്ന പോരാട്ടത്തിൽ ഇരു വിഭാഗവും തളർന്നെങ്കിലും ഇസ്രായേലും അമേരിക്കയും ചേർന്നൊരുക്കിയ ഈ പദ്ധതിക്ക് പശ്ചിമേഷ്യയുടെ ആക്രമസക്തമായ ചരിത്രത്തെ മറികടക്കാനോ പ്രായോഗികമായി വിജയിക്കാനോ സാധിക്കുമോ എന്ന കാര്യത്തിൽ കടുത്ത സംശയങ്ങളുണ്ട്. ഈ ധീരമായ ശ്രമം യഥാർത്ഥത്തിൽ സമാധാനത്തെക്കാൾ ഇസ്രായേലിന്റെ ആധിപത്യം ഉറപ്പിക്കാനുള്ള ഉപകരണമായി മാറാനുള്ള സാധ്യതകളാണ് നിലനിൽക്കുന്നത്. ഈ പദ്ധതിയെക്കുറിച്ച് ആശങ്കകൾ ഉയർത്തുന്ന 5 പ്രധാന കാരണങ്ങളാണ് ഇപ്പോഴുള്ളത്. ആദ്യത്തേത് ഇരു വിഭാഗങ്ങൾക്കിടയിലെ അഗാധമായ വിശ്വാസക്കുറവ്. പദ്ധതിയുടെ പല വശങ്ങളും വളരെ അവ്യക്തമാണ്. ഇത് ഇരു വിഭാഗവും തങ്ങളുടെ വാഗ്ദാനങ്ങൾ ലംഘിച്ചുവെന്ന് പരസ്പരം ആരോപിക്കാനുള്ള വലിയ സാധ്യതകളിലേക്കും നയിക്കും. ഇരുപക്ഷവും തമ്മിലുള്ള അവസാന വെടിനിർത്തൽ കേവലം 2 മാസമേ നീണ്ടു നിന്നുള്ളൂ. കൂടുതൽ ബന്ദികളെ വിട്ടയക്കാത്തതിനെ ഹമാസിനെ കുറ്റപ്പെടുത്തി നെതന്യാഹു ഏകപക്ഷീയമായി ചർച്ചകളിൽ നിന്ന് പിന്മാറിയ ചരിത്രവുമുണ്ട്. നിലവിൽ ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ യാതൊരു വിശ്വാസവും അവശേഷിക്കുന്നില്ല. രണ്ടാമതായി, ഈ കരാർ ഹമാസിനേക്കാൾ ഇസ്രായേലിന് അനുകൂലമായ ഒന്നാണ്. ഹമാസിന്റെ കൈവശമുള്ള ശേഷിക്കുന്ന എല്ലാ ഇസ്രായേലി ബന്ദികളെയും ഒപ്പം അവരുടെ എല്ലാ ആയുധങ്ങളെയും ഒരേ സമയം ഉപേക്ഷിക്കാൻ പദ്ധതി ആവശ്യപ്പെടുന്നു. ഇത് ഹമാസിനെ പൂർണ്ണമായും പ്രതിരോധരഹിതമാക്കും. നെതന്യാഹുവിലും ഇസ്രായേൽ സർക്കാരിലും വിശ്വാസമില്ലാത്ത ഹമാസ് ആയുധം താഴെ വെച്ചാൽ ബന്ദികളെ ഉപദ്രവിക്കുമെന്ന് ആശങ്കപ്പെടുന്നു. മാത്രമല്ല, കരാറിലെ നിബന്ധനകളെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഹമാസിനെ ക്ഷണിച്ചിരുന്നില്ല. ആയുധം താഴെ വെക്കുന്ന പോരാളികൾക്ക് പൊതുമാപ്പ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും പദ്ധതിയുടെ അസമത്വം കണക്കിലെടുക്കുമ്പോൾ അതിന്റെ അപകട സാധ്യതകൾ നേട്ടങ്ങളെക്കാൾ കൂടുതലാണെന്ന് ഹമാസ് അനുമാനിച്ചേക്കാം. മൂന്നാമതായി, പദ്ധതിയുടെ നടപ്പാക്കൽ തന്ത്രം അസാധാരണമാംവിധം അവ്യക്തമാണ്. ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം പിൻവാങ്ങിയതിനു ശേഷം അതിന്റെ സ്ഥാനത്ത് വരുന്ന ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് സംബന്ധിച്ച വിശദാംശങ്ങളും ലഭ്യമല്ല. ഏത് രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുക്കുക, ഉൾപ്പെട്ടിരിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഇത് എത്രത്തോളം അപകടമാകും എന്നതിനെ കുറിച്ചും വ്യക്തതയില്ല. ഒരു അറബ് രാഷ്ട്രവും ഇതുവരെ ഈ ദൗത്യത്തിൽ പങ്കുചേരാൻ സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടില്ല. പാലസ്തീൻ അതോറിറ്റി പരിഷ്കാരങ്ങൾക്കുള്ള പദ്ധതിക്ക് സമയപരിധിയോ പരിഷ്കാരങ്ങളുടെ വിശദാംശങ്ങളോ നൽകിയിട്ടില്ല. നിലവിലെ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന് പകരം പുതിയ നേതാവിനെ തിരഞ്ഞെടുക്കാൻ പുതിയ തിരഞ്ഞെടുപ്പുകളും ആവശ്യമായി വരും. അത് എങ്ങനെ ചെയ്യുമെന്നും ഗാസയിലെ ജനങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുമോ എന്നും വ്യക്തമല്ല. ഈ അവ്യക്തതകൾ പദ്ധതിയുടെ വിജയത്തെക്കുറിച്ച് വലിയ സംശയങ്ങൾ സൃഷ്ടിക്കുന്നു. നാലാമതായി, വെസ്റ്റ് ബാങ്കിനെ കുറിച്ച് പദ്ധതിയിൽ മതിയായ പരാമർശങ്ങളില്ല എന്നുള്ളതാണ്. വെസ്റ്റ് ബാങ്ക് സംഘർഷങ്ങളുടെ ഒരു പ്രധാന ബിന്ദുവാണ്. ഇസ്രായേലി കുടിയേറ്റക്കാരും പാലസ്തീൻ നിവാസികളും തമ്മിൽ ഇവിടെ ദിവസവും തർക്കങ്ങളും ഏറ്റുമുട്ടലുകളും ഉണ്ടാകാറുണ്ട്. വെസ്റ്റ് ബാങ്കിനെ 2ആയി വിഭജിക്കുന്ന ഒരു പുതിയ അധിവാസ കേന്ദ്രം നിർമ്മിക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ സർക്കാർ കഴിഞ്ഞ മാസം അന്തിമ അംഗീകാരം നൽകിയത് ഭാവിയിൽ അടുത്തടുത്തുള്ള ഒരു പാലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കാനുള്ള സാധ്യതയെ ഇല്ലാതാക്കുന്നു. ഇസ്രായേലിനും പലസ്തീനും ഇടയിലുള്ള ഏതൊരു മൊത്തത്തിലുള്ള ഒത്തുതീർപ്പിന്റെയും കേന്ദ്ര ബിന്ദുവായിരിക്കണം വെസ്റ്റ് ബാങ്ക്. എന്നാൽ ഈ വിഷയത്തിൽ മതിയായ പ്രാധാന്യം നൽകാത്തത് ആത്യന്തികമായ കരാർ ലംഘനത്തിന് തന്നെ കാരണമായേക്കാം. അഞ്ചാമതായി പറയുന്നത്, നെതന്യാഹുവിന്റെ മന്ത്രിസഭയിലെ കടുത്ത വലതുപക്ഷ അംഗങ്ങളായ ബെസലേൽ സ്മോട്രിച്ച്, ഇറ്റാമർ ബെൻ ഗ്വിൻ എന്നിവർ ഹമാസിന്റെ പൂർണ്ണമായ നാശത്തിനും ഉന്മൂലനത്തിനും കുറഞ്ഞതൊന്നും അംഗീകരിക്കില്ലെന്ന് വ്യക്തമാക്കിയതാണ്. ഈ പദ്ധതി പ്രകാരം ഹമാസ് നിരായുധീകരിക്കപ്പെടുകയും രാഷ്ട്രീയമായി മാറ്റി നിർത്തപ്പെടുകയും ചെയ്താലും അതിന്റെ പ്രത്യയശാസ്ത്രവും പോരാളികളുടെ ഗണ്യമായൊരു വിഭാഗവും നിലനിൽക്കും. ഇത് മന്ത്രിസഭയിലെ കടുത്ത വിഭാഗങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ലാത്ത ഒന്നാണ്. ഇസ്രായേലിന്റെ ആഭ്യന്തര രാഷ്ട്രീയം പദ്ധതിക്ക് വലിയ വെല്ലുവിളികളും സ്വീകരിക്കുന്നു. എന്നാലും ഈ പദ്ധതിക്ക് സാധ്യതകളില്ല എന്ന് പൂർണ്ണമായി പറയാനാകില്ല. കരാറിൽ ഉറച്ചു നിൽക്കാൻ ഇസ്രായേലിന് മേൽ സമ്മർദ്ദം ചെലുത്താൻ അമേരിക്കയുടെ വലിയ ശ്രമം ആവശ്യമായി വരും. അതുപോലെ ഹമാസ് വ്യവസ്ഥകൾ ലംഘിക്കാതിരിക്കാൻ ഖത്തറും ഈജിപ്തും ഹമാസിന് മേൽ സമ്മർദ്ദം ചെലുത്തേണ്ടി വരുമെന്നുമാണ് റിപ്പോർട്ടുകൾ ഇപ്പോൾ പറയുന്നത്. ട്രംപിന്റെ സമ്മർദ്ദം മൂലമാണ് നെതന്യാഹു ഈ പദ്ധതിക്ക് സമ്മതിച്ചെങ്കിലും ഹമാസ് കരാർ പാലിക്കുന്നതിൽ പരാജയപ്പെട്ടാൽ അല്ലെങ്കിൽ അംഗീകരിക്കാൻ വിസമ്മതിച്ചാൽ
ഹമാസിനെതിരായ പ്രവർത്തനം പൂർത്തിയാക്കാൻ ഇസ്രായേലിന് തന്റെ പൂർണ്ണ പിന്തുണ ഉണ്ടായിരിക്കുമെന്ന് നെതന്യാഹുമായുള്ള വാർത്താ സമ്മേളനത്തിൽ ട്രംപ് വ്യക്തമാക്കി. ഈ വാഗ്ദാനം സ്മോട്രിച്ചിനെയും ബെൻഗുറിനെയും പോലുള്ള കടുത്ത വലതുപക്ഷക്കാരെ താൽക്കാലികമായി പദ്ധതിയെ പിന്തുണയ്ക്കാൻ പ്രേരിപ്പിക്കാൻ മതിയാകും. ഈ പദ്ധതിക്ക് ഒരു താൽക്കാലിക പിന്തുണ ഉറപ്പാക്കുക മാത്രമല്ല, പാലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതിന് ശക്തമായി എതിർത്തുകൊണ്ട് ഐക്യരാഷ്ട്രസഭയിൽ നെതന്യാഹു നടത്തിയ പ്രസംഗം സമാധാനത്തിന് വേണ്ടി ചുവന്ന വരികളിൽ നിന്ന് മാറി നടക്കാൻ അദ്ദേഹം തയ്യാറല്ല എന്ന സൂചന നൽകുന്നതും ഇതിൽ വ്യക്തമാണ്. ഇത് ട്രംപിന്റെ പദ്ധതിയുടെ വിജയം എത്രത്തോളം ചോദ്യചിഹ്നമാണെന്നും കാണിക്കപ്പെടുന്നു. സമാധാന ശ്രമങ്ങൾക്കിടയിലും ഇസ്രായേൽ ഗാസയിൽ ആക്രമണങ്ങൾ തുടരുന്ന ഈ സാഹചര്യത്തിൽ പ്രശ്നത്തിന്റെ സങ്കീർണത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹമാസിന്റെ ഭാഗത്തു നിന്നും, പ്രത്യേകിച്ച് അവരുടെ നേതൃത്വത്തിൽ നിന്നും ട്രംപിന്റെ നിർദ്ദേശങ്ങളോടുള്ള പ്രതികരണം നിർണായകമാണ്. ഹമാസ് ഈ പദ്ധതിയെ എതിർത്താൽ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഭാഗത്തു നിന്ന് കൂടുതൽ ശക്തമായ നടപടികൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. മറുവശത്ത് ഇസ്രായേൽ സൈന്യം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ സൈനിക നിയന്ത്രണം ഏറ്റെടുത്ത് ഭാവിയിലെ ഏത് സമാധാന ഉടമ്പടിയിലും ഇസ്രായേലിന് മുൻകൈ നൽകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഗാസയിലെ മാനുഷിക സാഹചര്യം ഓരോ ദിവസവും വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത ലക്ഷക്കണക്കിന് ആളുകൾക്ക് ഈ സംഘർഷം അതിജീവനത്തിനായുള്ള ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുന്നു. അന്താരാഷ്ട്ര സമൂഹം ഈ വിഷയത്തിൽ ഒരുമിച്ച് ഇടപെടുന്നത് ഒരു നല്ല സൂചനയാണ്. എന്നാൽ എല്ലാ കക്ഷികളെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു പരിഹാരം കണ്ടെത്തുന്നതും വലിയ വെല്ലുവിളിയാണ്. ഇസ്രായേൽ, ഹമാസ്, പാലസ്തീൻ അതോറിറ്റി എന്നിവയുടെ നിലപാടുകൾ ഈ വിഷയത്തിൽ നിർണായകമാണ്. ഗാസയിലെ ദുരിതമനുഭവിക്കുന്ന ജനതയ്ക്ക് ഒരു പരിഹാരം കാണേണ്ടത് അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഉത്തരവാദിത്തമാണെന്ന് ലോകം തിരിച്ചറിഞ്ഞതിന്റെ സൂചനയാണിത്. ഈ ശ്രമങ്ങൾക്ക് ഫലം കണ്ടാൽ അത് മിഡിൽ ഈസ്റ്റിൽ മാത്രമല്ല, ആഗോള രാഷ്ട്രീയത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയങ്ങൾ ഒന്നായിരിക്കും. എന്നാൽ അനിശ്ചിതത്വം കുറഞ്ഞ ഈ പാതയിൽ വെല്ലുവിളികൾ ഏറെയുണ്ടെന്നതും യാഥാർത്ഥ്യമാണ്. ഈ പദ്ധതി വിജയിക്കുമോ അതോ വീണ്ടും ഒരു പരാജയമായി മാറുമോ എന്ന് ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കുകയാണ്.